സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷനിൽ കോണ്ടന്റ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണോ, കോണ്ടന്റിന്റെ കാര്യത്തിൽ അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഹെഡർ ടാഗ് ഒപ്റ്റിമൈസേഷൻ എന്നുള്ളത്. ഹായ്, ഞാൻ സച്ചിൻ, നിങ്ങളുടെ SEO ട്രെയിനറാണ്. കോണ്ടന്റിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഹെഡർ ടാഗ് ഒപ്റ്റിമൈസേഷനെ പറ്റിയാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഹെഡർ ടാഗ് ഒപ്റ്റിമൈസേഷൻ കോണ്ടന്റിന് ഒരു സ്ട്രക്ചർ വേണമെന്നുണ്ടെങ്കിൽ അതിനൊരു ഹെഡിങ്ങും അതുപോലെ സബ് ഹെഡിങ്ങും പാരഗ്രാഫും വേണ്ട നിർബന്ധമാണ്. സോ നമുക്കൊരു പെട്ടെന്ന് ഒരു കോണ്ടന്റ് കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ ഹെഡിങ് ഏതാണ് അല്ലെങ്കിൽ സബ് ഹെഡിങ് ഏതാണ് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാൻ വളരെ എളുപ്പമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ നമ്മുടെ വെബ്സൈറ്റിൻ്റെ കോണ്ടന്റിൽ നമ്മൾ മാത്രം മനസ്സിലാക്കിയാൽ പോരാ ഏതാണ് ഹെഡിങ് ഏതാണ് സബ് ഹെഡിങ് എന്നുള്ളത്. മറ്റൊരാൾ കൂടെ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. അതെ, നമ്മുടെ സെർച്ച് എഞ്ചിൻ ബോട്ടും കൂടെ ഇത് ഐഡന്റിഫൈ ചെയ്യേണ്ട കാര്യമുണ്ട്. സോ ഇങ്ങനെ സെർച്ച് എഞ്ചിൻ ബോട്ടിന് ഏതാണ് മെയിൻ ടൈറ്റിൽ അഥവാ H1 എന്നുള്ളതും ഏതാണ് സബ് ഹെഡിങ് അഥവാ H2 എന്നുള്ളതും ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അവിടെ ഹെഡർ ടാഗ് ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അങ്ങനെ ഹെഡർ ടാഗ് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഹെഡർ വിഡ്ജറ്റിൽ ഒരു ഹെഡിങ് ആഡ് ചെയ്തതിന് ശേഷം അവിടെ HTML ടാഗ് എന്നുള്ളിടത്ത് ഡാഷ്ബോർഡ് ഓപ്പൺ ആക്കിയതിനു ശേഷം അവിടെ എഡിറ്റ് വിത്ത് എലമെന്ററി കൊടുത്തതിന് ശേഷം അവിടെ ഹെഡർ ടാഗ് ആഡ് ചെയ്യുക. അതായത് ഹെഡർ വിഡ്ജറ്റിൽ ഒരു ടൈറ്റിൽ ആഡ് ചെയ്തതിനു ശേഷം അവിടെ HTML ടാഗ് എന്നുള്ളിടത്ത് ഏതാണോ ടാഗ് കൊടുക്കേണ്ടത്, H1 ആണെങ്കിൽ H1, H2 ആണെങ്കിൽ H2, ഇങ്ങനെ ടാഗുകൾ അപ്ലൈ ചെയ്യാവുന്നതാണ്. നമ്മുടെ വെബ് പേജിന്റെ അകത്ത് ആകെ ഒരു H1 മാത്രമേ ആഡ് ചെയ്യാൻ പാടുള്ളൂ. കാരണം ഒരു മെയിൻ ടൈറ്റിൽ മാത്രമേ ആഡ് ചെയ്യാൻ പാടുള്ളൂ. അതുകൊണ്ട് ഏതാണോ നമ്മുടെ കീവേഡ്, ഏതാണോ നമ്മുടെ പ്രൈമറി കീവേഡ്, അത് H1 ആയിട്ട് അപ്ലൈ ചെയ്യുകയും അതിന് താഴത്തേക്കുള്ള സെക്ഷനിലുള്ള ഹെഡേഴ്സും കംപ്ലീറ്റ്ലി H2 ആയിട്ട് ആഡ് ചെയ്യുകയും അതിൻ്റെ അടിയിൽ ഏതെങ്കിലും സബ് ഹെഡിങ്സ് വരുന്നുണ്ട് അതുണ്ടെങ്കിൽ അതിനെ H3 ആയിട്ടും അങ്ങനെ വരുന്ന സബ് ഹെഡിങ്ങിനെ H1 to H6 വരെ നമുക്ക് എന്ത് ചെയ്യാം, ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. സോ നമ്മുടെ വെബ്സൈറ്റിലെ കോണ്ടന്റ് ഒരു സ്ട്രക്ചർ നൽകുന്ന ഹെഡർ ടാഗ്സിനെ പറ്റിയും അതെങ്ങനെയാണ് നമ്മുടെ വെബ്സൈറ്റിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്നതിനെ പറ്റിയാണ് നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ഇതുപോലുള്ള SEO റിലേറ്റഡ് ആയിട്ടുള്ള കൂടുതൽ വീഡിയോസിനായി CDA ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.